നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ റൗണ്ട് ഓഫ് 16 രണ്ടാം പാദ മത്സരത്തിൽ ഇന്ന് റയൽ മാഡ്രിഡ് അത്ലറ്റിക്കോ മാഡ്രിഡിനെ നേരിടുകയാണ്. അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ മൈതാനത്തും മെട്രോപൊളിറ്റനോയിലാണ് ഈ ഒരു മത്സരം നടക്കുന്നത്. ആദ്യ പാദം 1-2 ഒരു ഗോളിൻ്റെ ആ ഒരു ആനുകൂല്യത്തിൽ റയൽ മാഡ്രിഡ് വിജയിച്ച് കയറിയിട്ടുണ്ട്. പക്ഷേ ചെറിയ സ്ലൈറ്റ് അഡ്വാൻറ്റേജേ ഉള്ളൂ. മെട്രോപൊളിറ്റനോയിൽ പോയിട്ട് ആ ലീഡ് സംരക്ഷിക്കണം, വിജയിച്ച് കയറണം. സാധിക്കുമോ റയൽ എന്നുള്ളതാണ് ചോദ്യം. ഈ ഘട്ടത്തിലാണ് അവരുടെ സുപ്രധാന താരമായിട്ടുള്ള കിലിയൻ എംബാപ്പയ്ക്ക് പരിക്കേറ്റിരിക്കുന്നു എന്നുള്ള വാർത്ത ഇടുത്തി പോലെ വരുന്നത്. അദ്ദേഹം ഇന്നലെ പ്രധാനമായും ജിം വർക്കുകളൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. കളിയുടെ തലേന്നാണെന്ന് നോക്കണം. ഇപ്പോൾ പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ, കിലിയൻ എംബാപ്പയ്ക്ക് ഡിസ്കംഫേർട്ട് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ആംഗിളിലാണ് ഡിസ്കംഫേർട്ട്. അദ്ദേഹം റൂൾഡ് ഔട്ട് അല്ല, കളിക്കില്ല എന്നിപ്പോൾ പറയാൻ പറ്റില്ല. പക്ഷേ സ്റ്റാർട്ടിംഗ് 11 അദ്ദേഹം കളിക്കും എന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല എന്നാണ് സ്പാനിഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. മറ്റൊരു കാര്യം ഇപ്പോൾ ഉറപ്പിച്ചു പറയുന്നത്, അദ്ദേഹം ഇന്ന് ടെസ്റ്റിന് വിധേയനാകും. അദ്ദേഹത്തിന് റയോക്കെതിരെയുള്ള മത്സരത്തിൽ ഒരു ബ്ലോ കിട്ടിയിരുന്നു. ഡിസ്കംഫേർട്ട് ഉണ്ട്, മസിലിന് ഡിസ്കംഫേർട്ട് ഉണ്ട്. സോ ഇന്ന് ടെസ്റ്റിന് വിധേയനാകും. അതനുസരിച്ച് അദ്ദേഹത്തെ സ്റ്റാർട്ട് ചെയ്യിക്കണോ വേണ്ടയോ എന്നുള്ള തീരുമാനത്തിലേക്ക് ആഞ്ചലോട്ടി പോവുകയുള്ളൂ. ഇപ്പോൾ ഡിയാരിയോ AS ഒക്കെ നൽകുന്ന അവരുടെ ഒരു സ്റ്റാർട്ടിംഗ് 11 നോക്കുകയാണെങ്കിൽ അതിൽ എംബാപ്പയ്ക്ക് സ്ഥാനം ഉറപ്പില്ല എന്ന തരത്തിലാണ് പറയുന്നത്. ഗോൾ കീപ്പറായിട്ട് കോർട്ടുവ, ഡിഫൻസിൽ റൂഡിഗറും അസെൻസിയോയും വാൽവർദയും മെൻഡിയും, മധ്യനിരയിൽ കമവിംഗയും ഷൂമനിയും, മുന്നേറ്റത്തിൽ റോഡ്രിഗോ, ബെല്ലിങ്ങാം, വിനി, പിന്നെ എംബാപ്പെ ഓർ ബ്രാഹിം. അവിടെ ഉറപ്പില്ലാത്തൊരു സ്ഥിതിവിശേഷമാണുള്ളത്. എന്തായാലും എംബാപ്പെ കളിക്കുക, ഇത്തരം പ്രധാനപ്പെട്ട മത്സരങ്ങൾ വരുമ്പോൾ വമ്പൻ താരങ്ങൾ ഉണ്ടാവണം. അപ്പോഴാണ് കളി അതിൻ്റെ ഏറ്റവും മേജർ രൂപത്തിൽ നമുക്ക് കാണാൻ പറ്റുക. എംബാപ്പയ്ക്ക് കളിക്കാൻ കഴിയട്ടെ. വീഡിയോ സാധിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.